കഷ്ടമായി. ആ പയ്യൻ്റെ കുടുംബം പോയില്ലയോ, എന്തോ കിട്ടിയെന്ന് പറഞ്ഞിട്ട് എന്തോ. അതാ ഞങ്ങൾക്ക് എല്ലാവർക്കും സങ്കടം സഹിക്കാൻ വയ്യാത്തതായിരുന്നു. അവൾ അഹങ്കാരം കൊണ്ട് എടുത്തു ചാടി. പക്ഷേ മറ്റേ പയ്യനും അതുപോലെ തന്നെ. അവനോട് മാറുന്ന ഒരുപാട് ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥന്മാർ വരെ പറഞ്ഞതാ മാറുന്നവൻ കേട്ടില്ല. അവൻ പറഞ്ഞ് ഫോൺ പോന്നെങ്കിൽ പോട്ടെന്നും പറഞ്ഞ് ടോർച്ചിൻ്റെ വെട്ടം അടിച്ചു കൊടുത്തതാണ് അങ്ങോട്ട്. അന്നേരം അവനുമായിട്ട് ഇങ്ങോട്ട് കല്ല് പോരുന്നപ്പോഴല്ലേ എല്ലാ ഉദ്യോഗസ്ഥൻ്റെ തലയിൽ വീണത്. അത് ഭയങ്കര കഷ്ടമായിപ്പോയി. അവൻ്റെ കുടുംബം അതാ ഞങ്ങൾക്കെല്ലാം, ഈ പരിസരവാസികൾക്കും നാട്ടുകാർക്കും എല്ലാം ബുദ്ധിമുട്ട്. ആ ഉദ്യോഗസ്ഥൻ്റെ ജീവൻ പോയതാണ്. കൊല്ലത്ത് നിന്നും, കൊല്ലം കൊട്ടാരക്കരയ്ക്ക് അടുത്ത് നിന്നുമാണ് ഒരു ദാരുണമായ ഒരു വാർത്ത നമുക്ക് മുന്നിലേക്ക് വരുന്നത്. 3 മരണം സംഭവിച്ചതാണ്. കൊല്ലം നെടുവത്തൂരിൽ കിണറ്റിൽ ചാടിയ യുവതിയെ രക്ഷിക്കുന്നതിനിടെ ഫയർഫോഴ്സ് സംഘം ഉൾപ്പെടെ 3 പേർ മരിച്ചു. രക്ഷാപ്രവർത്തനത്തിനിടെ ആ കിണറിന്റെ കൈവരി ഇടിഞ്ഞാണ് ഇങ്ങനൊരു വലിയ അപകടമുണ്ടാകുന്നത്. കണ്ണൻ നായരാണ് ആ വാർത്തയുടെ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുന്നത്. കണ്ണൻ, ഒരു വേദനിപ്പിക്കുന്ന ഒരു വാർത്തയാണ് നമ്മുടെ കൂടെ വരുന്നത്. ഒരു തർക്കമുണ്ടാകുന്നു, ഒരു യുവതി കിണറ്റിൽ ചാടുന്നു. അതിന് പിന്നാലെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ആ യുവതിയെ രക്ഷിക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ ഈ 3 പേരിൽ ഒരാളുടെ അശ്രദ്ധ, അതാണ് ഇങ്ങനെ ഒരു വലിയ ദുരന്തത്തിലേക്ക് പോയത്. കണ്ണൻ, ആ വീട്ടിന്റെ ആ മുന്നിലാണ് നിൽക്കുന്നത്. എന്താണ് അവിടെ നിന്നും അറിയാൻ കഴിയുന്നത്? അതിദാരുണമായിട്ടുള്ള ഒരു സംഭവമാണ് പൂജ ഉണ്ടായത്. കാര്യം ഇന്നലെ രാത്രി 12 മണിയോടുകൂടിയാണ് സംഭവം ഉണ്ടാകുന്നത്. ഈ ശിവകൃഷ്ണൻ ഈ മരിച്ച അർച്ചനയുടെ ആൺസുഹൃത്താണ്. 5 മാസമായി ഇവർ ശിവകൃഷ്ണൻ ഈ വീട്ടിലുണ്ടായിരുന്നു. അർച്ചനയും ശിവകൃഷ്ണൻ ഈ വീട്ടിലുണ്ടായിരുന്നു. ഇന്നലെ വൈകിട്ട് എന്തൊക്കെയോ തർക്കങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ പേരിൽ രാത്രി 12 മണിയോടുകൂടി ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി നമ്മളിപ്പോൾ ദൃശ്യങ്ങൾ കണ്ട കിണറ്റിലേക്ക് അവർ ചാടുകയായിരുന്നു. ശിവകൃഷ്ണൻ തന്നെയാണ് ഫയർഫോഴ്സിനെ വിവരം അറിയിച്ചത്. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെത്തി. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കും, ഒരു വലിയ പഴക്കമുള്ള കിണറാണ്. ആ കിണറിന്റെ സമീപത്തുകൂടി സുരക്ഷാ കവചങ്ങളെല്ലാം അണിഞ്ഞ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനായിട്ടുള്ള സോണിയസ് കുമാർ ആ കിണറ്റിനുള്ളിലേക്ക് ഇറങ്ങി. ആ പ്രദേശത്തേക്ക്, സമീപത്തേക്ക് ആരും പോകരുത് എന്നുള്ളത് നാട്ടുകാരും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും ഒക്കെ തന്നെ നിർദ്ദേശം നൽകുകയാണ്. എന്നാൽ ആ നിർദ്ദേശം അവഗണിച്ചുകൊണ്ട് ശിവകൃഷ്ണൻ അവിടേക്ക് പോവുകയും ടോർച്ചിന്റെ വെട്ടം കിണറ്റിനുള്ളിലേക്ക് പതിപ്പിക്കുകയുമായിരുന്നു. ആ സമയത്ത് ഇതിന്റെ ഒരു കൈവരി തകർന്ന് ശിവകൃഷ്ണനകത്തേക്ക് വീഴുന്നു. ആ സോണിയസ് കുമാറിന്റെ തലയിലേക്കാണ് ഈ പാറകഷ്ണങ്ങളും ചെങ്കൽ കട്ടകളുമൊക്കെ തന്നെ പതിച്ചത്. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ തലച്ചോറ് തകർന്നാണ് പുറത്തേക്ക് അദ്ദേഹത്തെ എടുക്കാൻ സാധിച്ചത്. അതിൻ്റെ 2 മണിക്കൂർ നീണ്ട ശ്രമത്തിനൊടുവിലാണ് അദ്ദേഹത്തെ പുറത്തേക്ക് എടുക്കാൻ സാധിച്ചത്. പ്രദേശവാസികളായിട്ടുള്ള ആൾക്കാരൊക്കെ തന്നെ ഉണ്ട്. ചേട്ടാ, എന്തായിരുന്നു ഉണ്ടായിരുന്നു സമയത്ത്? എന്താ അറിഞ്ഞെന്താണ്? അറിഞ്ഞത് ഇങ്ങനെ നമ്മുടെ കണ്ടി സ്ത്രീ വീണപ്പോൾ അവരെ എടുക്കാനൊക്കെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ കണ്ടിൽ വീണെന്ന് അങ്ങനെ അപകടം സംഭവിച്ചു എന്നൊക്കെയാണ് അറിഞ്ഞത്. പ്രദേശവാസികളായിട്ടുള്ള ആൾക്കാരൊക്കെ തന്നെയുണ്ട്, സമീപവാസികളായിട്ടുള്ള ആൾക്കാരുണ്ട്. ചേച്ചി, ഇവരെത്ര കാലമായിട്ട് താമസിക്കുന്ന? ഇവരിപ്പോൾ 3 വർഷം കൊണ്ട് ഇവിടെ താമസിക്കുന്നു. ഈ എന്താ സംഭവിച്ചെന്ന് പറഞ്ഞിരുന്നത്? രാത്രി ഉണ്ടായിരുന്നു ഇവിടെ? രാത്രി ഞങ്ങൾ ഈ സംഭവം, ഈ ആംബുലൻസിനകത്ത് ബോഡി കൊണ്ടുപോകുന്ന ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ്റെ ബോഡി കൊണ്ടുവന്നത് കേട്ടിട്ട് സൗണ്ട് കേട്ടാൽ ഞങ്ങൾ ഉണരുന്നത്. അന്നേരം ഇവിടെ അപ്പുറത്തെ ചേച്ചി പറഞ്ഞ് ഭയങ്കര വിളിച്ചു നോക്കുമായിരുന്നത്. അപ്പോഴേ ഞങ്ങളെല്ലാം ഓടി വന്ന്, ഞാൻ എൻ്റെ മോനെ വിളിച്ചുണർത്തി ഞങ്ങളെല്ലാം ഓടി വന്ന് വെളുക്കുന്നിടം വരെ ഇവിടെ ഉണ്ടായിരുന്നു. അന്നേരം ആദ്യമേ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനെ കൊണ്ടുപോയി. അത് കഴിഞ്ഞിട്ട് മറ്റേ ആ പയ്യൻ്റെ ബോഡി എടുത്ത്, അത് കഴിഞ്ഞിട്ട് പിന്നെ ഒത്തിരി സമയം കഴിഞ്ഞിട്ട് അവക്കുള്ള ബോഡി എടുത്ത് ഇതെല്ലാം കൊണ്ടുപോകുമ്പോഴാണ് ഞങ്ങൾ ഇവിടെ ഉണ്ട്. സ്ഥിരമായിട്ട് കുറേ കാലമായിട്ട് ഇവിടെ താമസിക്കുന്നവരാണോ? 3 വർഷം കൊണ്ട് ഒരു താമസമായിരുന്നു. കുറേ ബാക്കിലൊരു ഷെഡ് വെച്ചായിരുന്നു ആദ്യം ഒരു തുടക്കം. പിന്നെ അവർക്ക് വീട് വെച്ചു. ഈ വീട്ടിൽ താമസമായിട്ട് 2-3 മാസമേ ആയിട്ടുള്ളൂ. നിർമ്മാണം പൂർത്തിയായില്ലേ? ഇല്ലാണ്ട് കിടക്കുന്ന പറപ്പിടി അതൊക്കെ ഇനിയും പണി കിടക്കുക. എന്തായിരുന്നു ജോലി? എന്തായിരുന്നു? അവള് ഹോം നേഴ്സായിട്ടൊക്കെ പോകുമായിരുന്നെന്നാണ് ഞങ്ങളുടെ അറിവ്. ഇപ്പം എറണാകുളത്തെങ്ങാണ്ട് 2-3 മാസത്തിന് മുമ്പ് നിൽക്കുമായിരുന്നു എറണാകുളത്ത്. പിന്നെ എന്തുവാ അവരുടെ ബാക്ക്ഗ്രൗണ്ട് ഒന്നും നമുക്കറിയത്തില്ലല്ലോ. സ്ഥിരമായിട്ട് പ്രശ്നങ്ങളുണ്ടാകുന്ന നേരത്തെ പ്രശ്നങ്ങളുണ്ടാകുന്നത് ഈ പരിസരവാസികൾക്കൊക്കെ അറിയാം. പ്രശ്നങ്ങളുണ്ടാകുന്നെന്നാണ് അവർ പറയുന്നത്. ഇന്നലെ നേരത്തെ ഇവിടെ ചിരിയും ബഹളവും ഒക്കെ ഉണ്ടായിരുന്നെന്നും പറയുന്നു. പിന്നെ ഇവള് എന്തോ പ്രശ്നമുണ്ടായി, അവിടെ നിന്ന് ഓടി ഇറങ്ങിയാൽ വന്ന് ഇതിനകത്ത് ചാടിയെന്നും പറയുന്നു. എന്തോ കറക്റ്റ് കാര്യമൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ അത് തന്നെയാണ് പ്രദേശവാസികളായിട്ടുള്ള ആൾക്കാർ പറയുന്നത്. പക്ഷേ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഇറങ്ങിയ ഒരു ഉദ്യോഗസ്ഥനാണ്, ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനാണ്. ആ മനുഷ്യൻ്റെ അതാണ് വലിയ കഷ്ടമായി പോയത്. അതാണ് കഷ്ടമായി പോയത്. ആ പയ്യൻ്റെ കുടുംബം പോയില്ലയോ, എന്തോ കിട്ടിയെന്ന് പറഞ്ഞിട്ട് എന്തോ. അതാ ഞങ്ങൾക്ക് എല്ലാവർക്കും സങ്കടം സഹിക്കാൻ വയ്യാത്തതായിരുന്നു. അവൾ അഹങ്കാരം കൊണ്ട് എടുത്തു ചാടി. പക്ഷേ മറ്റേ പയ്യനും അതുപോലെ തന്നെ. അവനോട് മാറുന്ന ഒരുപാട് ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥന്മാർ വരെ പറഞ്ഞതാ മാറുന്നവൻ കേട്ടില്ല. അവൻ പറഞ്ഞ് ഫോൺ പോന്നെങ്കിൽ പോട്ടെന്നും പറഞ്ഞ് ടോർച്ചിൻ്റെ വെട്ടം അടിച്ചു കൊടുത്തതാണ് അങ്ങോട്ട്. അന്നേരം അവനുമായിട്ട് ഇങ്ങോട്ട് കല്ല് പോരുന്നപ്പോഴല്ലേ എല്ലാ ഉദ്യോഗസ്ഥൻ്റെ തലയിൽ വീണത്. അത് ഭയങ്കര കഷ്ടമായിപ്പോയി. അവൻ്റെ കുടുംബം
അതാ ഞങ്ങൾക്കെല്ലാം ഈ പരിസരവാസികൾക്കും നാട്ടുകാർക്കും എല്ലാം ബുദ്ധിമുട്ട്. ആ ഉദ്യോഗസ്ഥൻ്റെ ജീവൻ പോയതാണ്, അവർ വരുത്തി കൂട്ടിയതാണ്. ഈ 3 ജീവനുകൾ നഷ്ടമായി. ഒരു ജീവൻ പോലും നഷ്ടമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമായിരുന്നില്ല. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്ക് കൃത്യമായിട്ടുള്ള പരിശീലനം അടക്കം ലഭിച്ചതാണ്. അവർ ഇറങ്ങിയ സമയത്ത് അർച്ചനയുമായി ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ സംസാരിച്ചതാണ്. അവർക്ക് വലിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. പക്ഷേ ഈ ശിവകൃഷ്ണൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു എടുത്തിയാട്ടം അല്ലെങ്കിൽ അയാളുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരു വീഴ്ച അത് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു അപകടത്തിലേക്ക് നയിച്ചത്. എടുത്തു പറയേണ്ട, നേരത്തെ ആ ചേച്ചി പറഞ്ഞതുപോലെ ഒരു ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനാണ്, അദ്ദേഹത്തിൻ്റെ ജീവനാണ് നഷ്ടമായത്. ഇവിടുത്തെ ഫയർ ഓഫീസർ അടക്കമുള്ള ആൾക്കാരുമായി ഇന്ന് പുലർച്ചെ സംസാരിക്കുന്ന സമയത്ത് അവർ പറയുന്നത് കരഞ്ഞുകൊണ്ട്, കണ്ണ് നിറഞ്ഞുകൊണ്ട് മാത്രമാണ് അവർക്ക് സംസാരിക്കാൻ സാധിക്കുക. കാര്യം ഇന്നലെ രാത്രി 12 മണി വരെ തങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്ന ആൾക്കാരാണ്. ആ ഒരു സഹപ്രവർത്തകരാണ്. ആ മനുഷ്യൻ്റെ ജീവൻ നഷ്ടമായ ഒരു സ്ഥിതിവിശേഷം. എന്തുതന്നെയായാലും ഈ ശിവകുമാർ എന്ന് പറയുന്നത് നമ്മൾ ആ ദൃശ്യങ്ങൾ കണ്ടില്ലേ, അദ്ദേഹം ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ കിണറ്റിലേക്ക് ഇറങ്ങാൻ വേണ്ടി ധരിച്ചിരുന്ന ഷൂ അടക്കം ഈ കിണറിൻ്റെ സമീപത്ത് തന്നെ ഉണ്ട്. ഉദ്യോഗസ്ഥരൊക്കെ തന്നെ വലിയ ദുഃഖത്തിലാണ്. കാര്യം ആ അർച്ചനയെ രക്ഷിക്കാൻ സാധിക്കുമായിരുന്നു. ആ ഒരു കൃത്യമായിട്ടുള്ള ഒരു സുരക്ഷാ കവചങ്ങളെല്ലാം തന്നെ ധരിച്ചുകൊണ്ടാണ് ഉദ്യോഗസ്ഥൻ അകത്തേക്ക് കയറിയത്. ആ സമയത്താണ് ദൃശ്യങ്ങൾ അത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം പഴയ കിണറാണ്. അവിടെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ എത്തിയപ്പോൾ തന്നെ അവർ മുന്നറിയിപ്പും കൊടുത്തതാണ്, ഇത് പഴകിയതാണ്, അടുത്തേക്ക് വരരുത്. പക്ഷേ മദ്യലഹരിയിലാണ്, അതൊന്നും വകവെക്കാതെയാണ് ഒരു ടോർച്ചും കൊണ്ട് അങ്ങോട്ടേക്ക് വരുന്നത്. ശരിക്കും ഇപ്പോൾ സോണി ഇറങ്ങി എന്ന് പറയുമ്പോഴും ചുറ്റും ബാക്കി ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരൊക്കെ ഉണ്ടായിരിക്കാം. അവർ ആ രക്ഷാപ്രവർത്തനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചത് കൊണ്ടുകൂടിയായിരിക്കും അത്. എന്നിട്ടും പെട്ടെന്ന് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോഴായിരിക്കും അല്ലെ ചുറ്റും നിന്ന ഉദ്യോഗസ്ഥർക്കും അത് കൈകാര്യം ചെയ്യാൻ പറ്റാതെ പോയത്. കാരണം ഒരു ജീവൻ രക്ഷിക്കാമായിരുന്നു, ആ ഒരു ഉറപ്പുണ്ടായിരുന്നു. അങ്ങനെ അവർ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഇങ്ങനെ ഒരു അപകടം ഉണ്ടാകുന്നത്.